എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചോ, നമ്മളെവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ അല്ലേ? പപ്പായ അല്ലത്, മുന്തിരിത്തോട്ടം. എന്ത് തോട്ടാണ്? മുന്തിരി. മച്ചു നല്ല ഉറക്കിയെന്നുണ്ടോ. മച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം, മച്ചുവിന് ഫ്രൂട്ട്സ് പൊതുവേ ഇഷ്ടമാണ്. മുന്തിരി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞെട്ടി നീച്ചിക്കണോ, ആ ഇമ്മച്ചിയെ മുന്തിരി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാ ഞങ്ങൾ മുന്തിരി തോട്ടത്തിലാട്ടോ നിൽക്കണേ. ഇങ്ങോട്ട് നോക്കാം. മുന്തിരി നല്ല ഇങ്ങനെ എന്താ പറയുക, പാകമായിട്ട് ഇങ്ങനെ നിൽക്കണ് കണ്ടോ. ആ കണ്ടോ മുന്തിരി. നിനക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇപ്പം നമ്മളൊക്കെ എന്താ പറയുക, മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ ഓരോ സ്ഥലത്ത്. അമ്മയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നാട്ടിലുള്ള മുന്തിരിത്തോട്ടത്തിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താ പറയുക, തൊടാൻ പറ്റൂല, പറിക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല എന്നൊക്കെ. പക്ഷെ ബലി പറഞ്ഞു കേട്ടോ, ഉള്ളിലേക്ക് പെയ്ക്കോ, തൊട്ടോ, പിടിച്ചോ, ഫോട്ടോ എടുത്തോ, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇറക്കാൻ തോന്നണില്ല കേട്ടോ, അത്രയും ചൊറുക്കുണ്ട് കേട്ടോ അത് കാണാൻ. ഞാൻ ഇനി ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് എടുക്കാം. മച്ചു വായടാ, നമുക്ക് മുന്തിരിത്തോട്ടാണ് നമ്മ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവുക. വായ മോനു നടക്ക്. ആള് വരട്ടേന്നോ? ഓ എനക്കിപ്പോ തർജ്ജമ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരാൾ വേണ്ടി വരുമല്ലോ. എൻ്റെ വർത്താനം തന്നെ വെച്ച് തിരിയുന്നില്ല. നടക്ക്. നായ്ക്കളുണ്ടോന്നാവഞ്ഞിപ്പോ ഇതിൻ്റെ ഉള്ളില്. എന്താണ് എന്താ ചാടി ആടി വിൽക്കാൻ പോണേ? നടക്ക് പോരും. മറ്റേ മോനൊക്കെ ഫസ്റ്റ് ടൈം കാണാം. വലിയതും ചെറുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ലാസ് എടുക്കലാണ്. വലിക്കല്ലേ. മുന്തിരി ഉണ്ടോ? ആ നമുക്ക് മുന്തിരി കാണാട്ടോ. ഇതേനെ വാങ്ങി നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ വന്ന് നോക്കാം. എന്നാൽ കുറേ മുന്തിരികൾ കാണാൻ പറ്റും. ഉള്ളില് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നായനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഓടി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ലെന്നൊന്നും എനിക്കറിയില്ല. എന്താട്ടോ എടാ നോക്കാൻ നിൽക്കണത്. ഓ നല്ല ഇത് മൂത്തിട്ടില്ല തോന്നിട്ട്, നല്ല ബലമുണ്ട്. പടച്ചോനെ ഇതായിട്ടില്ല, ഭയങ്കര പുളിയാ. ഇതാവണുള്ളൂ, നല്ല പുളിയുണ്ട് അത്. എന്നാ മച്ചോ ഞെത്തങ്ങയൊന്നുമല്ല, പുളിയുണ്ടല്ലേ. എന്നാ ഇത് നോക്കാം. വെച്ചോ ഇതെന്താണ്? മുന്തിരി ജ്യൂസോ? കടിച്ചു തിന്നപ്പോൾ ജ്യൂസായി, കാണുമ്പോൾ മുന്തിരി ഇല്ലേ. അപ്പൊ അതാ മുന്തിരിത്തോട്ടാണ്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ ഈ ഒരു സൈഡിലെ മുന്തിരി ഇപ്പൊ ഞാൻ ആ സൈഡിൽ ഇപ്പൊ ആദ്യം പോയി ഫസ്റ്റ് എടുത്ത വീഡിയോസൊക്കെ ആ സൈഡിൽ നിന്നാട്ടോ. ആ മുന്തിരി നല്ല അയക്കണു കേട്ടോ, നല്ല അയക്കണു എന്ന് പറഞ്ഞാൽ തുടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ മുന്തിരി ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നല്ല പച്ചയാണ്, നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂട്ടത്തിലായതുണ്ടോ? ആ മുന്തിരി കൂട്ടത്തിലായതുണ്ടോ ഇതിനിപ്പോൾ പറയാൻ പറ്റൂലല്ലോ. മുന്തിരിയുടെ സീസണാണ് ഇപ്പോൾ. പൊട്ടിച്ചിട്ട് ബാക്കി ഇപ്പോൾ എന്താ പറയുക, സാധനമൊക്കെ എടുത്തുക്കണോ തിന്നൊന്നും അറിയില്ല. ഇത് ഒടുക്കത്തെ മധുരമുണ്ട്, നല്ല രസമുണ്ട്. പടക്കോ? അത് പടക്കൊന്നല്ല, എന്താ പേരൊന്നുമല്ല. പടക്ക അതങ്ങനെ പൊട്ടുണ്ടല്ലോ. എന്താവോ അറിയില്ല. അതൊന്നും എടുക്കണ്ട, കൈമേന്നാക്കണ്ട കണ്ടോ. അപ്പം ഇതിൻ്റെ ഓണർ വീട് ഇതിൻ്റെ പിന്നിലാണ് കേട്ടോ. ആ കാണുന്ന കിണർ അതൊരു കിണറാണ് കാണുന്നത്. അതിൻ്റെ പിന്നിലെ വീടാണ്. അപ്പോൾ അതാ ഈ മുന്തിരി ആയിക്കണം. അപ്പം ഇതിൽ മൂത്തതും ഉണ്ട് മൂക്കാത്തതും ഉണ്ട്. നമുക്ക് ഏതാണെന്നറിയില്ല, ഓൽക്കറിയുണ്ടാവും. പിന്നെ അത് അതിൽ കുഞ്ഞു മുന്തിരികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കൂടെ അതിൽ പോകാൻ പേടിയാണ്. എന്തേലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. കുറച്ച് പേടിയാണ്. ഇതാണ്ടോ, ഇത് കുട്ടി മുന്തിരികളാട്ടോ. കണ്ടോ, കുഞ്ഞു മുന്തിരി. പക്ഷെ കാണാൻ നല്ല ചൊറുക്കുണ്ട്. പക്ഷെ ഇത് തിന്നോക്കട്ടെ കേട്ടോ, കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ചാൻസൊക്കെ കിട്ടണേ. പക്ഷെ അത് നല്ല മധുരമുണ്ട്. കാണാൻ ചെറുതാണെങ്കിലും മധുരമുണ്ട്. പക്ഷെ അത് നല്ല വലുതായത് മധുരമല്ല. ഇത് അത് നല്ല മധുരമുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു റെഡ് വന്നിക്കണത് നല്ല മധുരമുള്ളതാണ് കേട്ടോ. റെഡ് വന്നിങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് ഇത് അങ്ങനത്തെ മേടിച്ചു കൊണ്ടിട്ടോ. ചില സമയത്ത് നല്ല ചൊറുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഭയങ്കര പുളിയേക്കാർ കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും
ഞാൻ മേടിക്കലില്ല കേട്ടോ. അത് കാണാൻ രസമല്ല, അവിടെ ഇവിടെ ഒന്നും ഇല്ല, ഫിനിഷ് ഇല്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ഇതായിരിക്കും നല്ല മധുരം ഉണ്ടാകുക തിന്നാൻ. ഇതാട്ടോ ഈ കാണുന്നതാ ഈ കൊല ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ 1 കിലോനൊക്കെ ആയിട്ടാണ് മേടിച്ചു വേണ്ടി കേട്ടോ. പക്ഷെ അതൊരു രസം ഉണ്ടാവില്ല, രസമല്ല എന്നല്ല, വെള്ളത്തിന് വെള്ളം ഉണ്ടാവും കണ്ടോ. അപ്പം അങ്ങനെ എങ്ങനെ നിൽക്കണമെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയുന്നല്ല, തുടുത്തിട്ടല്ലേ നിൽക്കുന്നത്. പക്ഷെ അത് തിന്നാൻ വലിയൊരു ഗുമ്മുണ്ടാവില്ല. അല്ല കുറ്റം പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിരുന്നു പോയാൽ നമ്മൾ പറയില്ലേ എന്തോ അതിൽ തിന്നൂലോ, അതിൽ കൊടുക്കണ്ടെന്ന്, അതേമാതിരിയാണ്. അപ്പോൾ ഒരു നല്ല തിന്നുമല്ലോ അതേമാതിരി. ഇതിപ്പോൾ ഞാൻ രസമല്ല എന്നല്ല പറഞ്ഞത്, നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ട്. ഇതിലിപ്പോൾ ഏതൊക്കെ മധുരമുള്ളത് മധുരമില്ലാത്തതെന്ന് ഇപ്പോൾ ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. നമ്മൾ അറിയാത്ത കാര്യം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുതൽ ആ തല വരണ്ട കേട്ടോ, ഫുള്ളുണ്ട് കണ്ടോ. ഇതാ മോന് ഇത് നിൽക്കണു, മച്ച് പോയിട്ടോ. മച്ച് സത്യം പറഞ്ഞാൽ നായനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കിളി പോയിക്കണു, എങ്ങാനും ഇനി നായ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ്ടോ മുന്തിരികൾ നിൽക്കണ്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിരിക്കണു, ഇങ്ങനെ ഓരോരുത്തരും മുന്തിരിത്തോട്ടത്ത് കൊണ്ടുപോകുമ്പോൾ തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നൊക്കെ ബോർഡ് എഴുതിക്കണം. അതുകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ടൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റേ ഇവിടെ തൊടാനും പിടിച്ചാനൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോസ് ഇട്ടപ്പോൾ പറയുന്നു ഉള്ളിൽ കൂടെ പോയെടുത്തു, ഉള്ളിൽ കൂടെ പോയെടുത്തോന്ന്. പക്ഷെ ഉള്ളിൽ കൂടെ പോയെടുത്താണ്ടല്ലോ നായ ചിലപ്പോൾ എന്നെ പിടിച്ച് കൈകാര്യം ചിജും. ഇത് ഏതാണ് ഈ പമ്പറന്ന് വിളിച്ചിട്ട്, കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ നായ്ക്കൾക്ക് പിരാന്തളകുക. മച്ചു മുന്തിരിത്തോട്ടം കണ്ടോ? ആ മുന്തിരിത്തോട്ടം ഉണ്ടല്ലേ. എന്താണ് കൂട്ടം? കൂട്ടം കൂട്ടം മുന്തിരിക്കൂട്ടം അല്ലേ. മച്ചോ നമുക്ക് ഈ വീട്ടിലാണ് നിന്നാലോ? ഈ വീട്ടിൽ നിൽക്കല്ലേ, നമുക്ക് കുടിയിൽ പോകണ്ട അല്ലേ? മുന്തിരിയൊക്കെ തിന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങനെ ആക്കം പോലെ കുടിക്ക് പോകാം. എന്താ എൻ്റെ അഭിപ്രായം? ആ എന്നെ ഇവലെ കുടിയിൽ നിന്നാ ഇവിടുന്നും തിന്നാ ഇവിടുന്നും തിന്നാ ഇവിടുന്നും തിന്നാ അല്ലേ? ആ നോക്കാം, അവിടുന്നൊക്കെ തിന്നാ മോനു. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുകയാണ് നല്ലത് അല്ലേ? ഇവിടെ നിന്നാ നമുക്ക് കുറെ മുന്തിരി ഇങ്ങനെ തിന്നിട്ട് ഇവിടെ ഇരിക്കാം. എന്തായാലും നമ്മൾ ഇവിടെ കുറെ മുന്തിരി തിന്നാതിരുന്നാലേ നമ്മളോലെ ആട്ടി വിടും, ഉറപ്പാണ്. കാരണം നമ്മൾ ഓൽക്ക് കച്ചവടം ചെയ്താൽ മുന്തിരി ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ രാവുമ്പോൾ അതിലിരുന്ന് തിന്നാലേ നമ്മളോലെ അടിച്ചു വിടും. അപ്പം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. ആ കുത്ത വരും അല്ലേ? ആ കുത്ത വരും. ആ കുത്ത തിന്നുന്നാണ് പറയുന്നത് മോനു. എനിക്ക് വല്ലതും മനസ്സിലാവണുണ്ടോ? ആ ഇവിടെ നിന്നാ കുത്ത തിന്നും. അപ്പൊ അതാ ഞങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പോകുക കേട്ടോ. അതാ അതിന്റെ മരമാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞതാണ്ടോ. ഇതിന്റെ മരം കണ്ടോ അവിടെയൊക്കെ മുന്തിരിത്തോട്ടത്തിന്റെ ഇതാ ഈ മരത്തുമെന്ന് ഇതാ ഇങ്ങനെ ഇതാ ചില്ലുണ്ടല്ലോ, ഇങ്ങനെ ഈ വള്ളിമ്മയാണ് കേട്ടോ ഇപ്പം ഈ മുന്തിരി ഉണ്ടായിക്കണ്. ചിലവർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാം, ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ കാണുന്നു, അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പം ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വള്ളിമ്മയാണ് ഉണ്ടാണ്. എന്നാ വെച്ചോ അവളി. ഇനി ഞങ്ങൾ പോവുകയാണ്. എന്നാ ഇങ്ങോട്ട് വായ്പോരും. ഇനി നമുക്ക് ഇതാ അതിനെ പോവാം. ഇതാ ഇതിലിങ്ങനെ ഒരു വല ഇട്ടുക്കണം ഇവിടെ, ഇതാണ്ടോ കാണാല്ല. ഈ വല ഇങ്ങനെ പൊക്കിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത്. നടന്ന മോനോ കയറ് കയറ്, അങ്ങോട്ട് പോയി. ഇനി ഞാനും പോട്ടെ. അപ്പം എന്നാൽ ഞങ്ങൾക്ക് പോവുകയാണ് ഞങ്ങൾ. ഇതാ ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, ഇതാ ഈ കാണണമൊക്കെ മുന്തിരിത്തോട്ടാണേ. ഇതാ ഈ കാണണമൊക്കെ മുന്തിരിത്തോട്ടാണ്. പിന്നെ അത് അതിൻ്റെ പിന്നിൽ മുന്തിരിത്തോട്ടം തന്നെയാണ് കേട്ടോ. അതാ കാണാത്ത ദൂരത്തിറക്കുണ്ട്, ആ തല വരണ്ട്. ഇതിനിപ്പോൾ അവസാനം എവിടെയെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങോട്ട് പോര്, കുത്ത വരുള്ളൂ. വായ ആ മുന്തിരിത്തോട്ട കുത്ത വരും. മുന്തിരിത്തോട്ട കുത്തട മുന്തിരിത്തോട്ടം എന്നാട്ടോ മോന് മച്ചു പറയണേ. മച്ചു പറയണത് ചില സമയത്ത് എനിക്ക് തന്നെ മനസ്സിലാവില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കുത്തട മുന്തിരിത്തോട്ടാണെന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുത്തനെ നോക്കാൻ നിർത്തിക്കണമെന്നാണോ ഞാൻ പറയണതിൻ്റെ അർത്ഥം. അപ്പം അതാ നമ്മളെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതുപോലെ വീടാണ് കേട്ടോ. അതാ മച്ചന് മുന്തിരിയൊക്കെ കൊടുത്തേക്കണം. മുന്തിരി താത്ത വന്നിക്കുക. താത്താനോട് താങ്ക് യു പറയും. താങ്ക് യു. മുന്തിരിയാ മുന്തിരി ഇട്ടിക്കൊണ്ടു വെച്ചത്. ഇതാർക്കാണ് ഈ മുന്തിരി? എനക്കാണ്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ. അതുവരേക്കും ബൈ.
മച്ചൊരു ബായ് പറഞ്ഞ ബൈ. ബായ്.